ഹലോ കൂട്ടുകാരെ, ട്വിൻ ജേർണിയിൽ ട്രിഗറിങ്ങിനെ കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് മസ്കുലൈൻ എനർജി ഫെമിനൈൻ എനർജിയിൽ എങ്ങനെയൊക്കെയാണ് ട്രിഗർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഫെമിനൈൻ എനർജി ട്രിഗർ ആവുന്നത് എന്നതിനെക്കുറിച്ച്. അപ്പോൾ വന്ന ഒരു ഡൗട്ടാണ്, പല മെസ്സേജുകളിൽ മേജറായിട്ട് വന്ന ഒരു മെസ്സേജാണ്. അപ്പോൾ ഫെമിനൈൻ എനർജിയും മസ്കുലൈൻ എനർജിക്ക് ഗുരുവല്ലേ, അപ്പം നമ്മൾ എന്തുകൊണ്ട് ട്രിഗർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഫെമിനൈൻ എനർജി മസ്കുലൈൻ എനർജീനെ ട്രിഗർ ചെയ്യാറുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. ഫെമിനൈൻ എനർജിയും മസ്കുലൈൻ എനർജിയെ ട്രിഗർ ചെയ്യാറുണ്ട്. അപ്പോൾ ട്വിൻ ജേർണിയുടെ പ്രോസസ്സിൽ ആദ്യം അവേക്കനാവുന്ന അവേക്കനാവാത്ത ട്വിന്നിനാൽ, അതായത് മോസ്റ്റ്ലി ഫെമിനൈൻ എനർജി ആയിരിക്കും അവേക്കനാവുന്നത്. വളരെ കുറഞ്ഞ ജേർണീസിൽ മാത്രം മസ്കുലൈൻ എനർജി അവേക്കനാവാറുണ്ട് ആദ്യം. അപ്പം ഇവരെ ആ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന, അതായത് മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ നിൽക്കുന്ന ട്വിൻ ട്രിഗർ ചെയ്ത് ഇഷ്യൂസിനെ സർഫേസിൽ കൊണ്ടുവന്ന് ഹീലാക്കാനായിട്ട് പ്രേരിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ഫേസാണ് ഈ ജേർണിയുടെ. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണോ ആദ്യം അവേക്കനാവുന്ന ട്വിൻ, മോസ്റ്റ്ലി ഫെമിനൈൻ ട്വിൻസ് ഹീലായി കഴിയുന്നത്, അതായത് അവരൊരു 70-80% ഹീലായി കഴിയുമ്പോൾ അവരുടെ ഉള്ളിലെ ആ ഒരു ലൈറ്റ്, ആ ഒരു പോസിറ്റിവിറ്റി വളരെയധികം കൂടുതലാവും. അതായത് അവരുടെ ഷാഡോ സൈഡ് കുറയുകയും അവരുടെ നെഗറ്റീവ് സൈഡ് കുറയുകയും പോസിറ്റീവ് സൈഡ് കൂടുകയും ചെയ്യും. ഈ ഒരു ഘട്ടം വരുമ്പോഴത്തേക്ക് ഫെമിനൈൻ ട്വിന്നിന് ഈ ജേർണിയെക്കുറിച്ച് നന്നായിട്ടൊരു നോളജ് കിട്ടുകയും ഒരു വിസ്ഡം കിട്ടുകയും ഈ ജേർണി എക്സാക്ട്ലി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരിലേക്ക് സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് സെൽഫ് ലവ് ചെയ്യാൻ പഠിക്കുകയും അവരുടെ ഉള്ളിലെ ഇഷ്യൂസിനെ ക്ലെൻസ് ചെയ്ത് ഇത് കഴിഞ്ഞിരിക്കും, അല്ലെങ്കിൽ ആ ഒരു അവസാനഘട്ട പ്രോസസ്സിലായിരിക്കും ആ ഒരു ക്ലെൻസിങ്ങിൻ്റെയും ഹീലിങ്ങിൻ്റെയും ഒക്കെ. അപ്പോൾ ഈ എനർജിയുടെ ലാക്ക് ഓഫ് ഫെമിനൈൻ എനർജി മസ്കുലൈൻ എനർജി ഓൾറെഡി ഫീൽ ആവും. കാരണം ഇതൊരു എനർജറ്റിക് കണക്ഷനാണ്. അപ്പോൾ ആദ്യത്തെ ട്രിഗറിങ് കിട്ടും അവർക്ക്. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണോ അവർ ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് വരാൻ തുടങ്ങുന്നത്, അപ്പോൾ ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്ക് ഫെമിനൈൻ എനർജി സെൽഫ് ലവിലിരിക്കുകയും കുറച്ചൊന്ന് ലോവർ വൈബ്രേഷനിലുള്ള തൻ്റെ കൗണ്ടർ പാർട്ടിനെ പുഷ് ബാക്ക് ചെയ്യുകയും ചെയ്യും. എങ്ങനെയാണ് പുഷ് ചെയ്യുന്നത്? അതൊരു നെഗറ്റീവ് വേയിലല്ല, വളരെ പോസിറ്റിവിറ്റിയോടെ വളരെ മിനിമമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യും. അതല്ല എങ്കിൽ സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യും. അതല്ല എങ്കിൽ ആ ഒരു പോസിറ്റീവ് വൈബായിരിക്കും അവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കൗണ്ടർ പാർട്ട് ഇനി അത്രയ്ക്ക് അങ്ങോട്ട് ഹീലായി കാണില്ല, അതായത് കുറച്ചൊന്ന് ലോവർ വൈബ്രേഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പോസിറ്റിവിറ്റിനെ കാണുമ്പോഴും അവർ ട്രിഗർ ആവുകയും അവരെ ഹീലാകാൻ പ്രേരിതരാകുകയും ചെയ്യും. കാരണം ഈ ഒരു ജേർണി എന്ന് പറയുന്നത് ഒരാൾ ഹീലാവുമ്പം എനർജറ്റിക്കലി മറ്റൊരാളും ഹീലാവുകയാണ് ചെയ്യുന്നത്. അതായത് ചക്രാസ് ഇൻ്റർലിങ്ക്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ, ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഉള്ളിലെ പല ഇഷ്യൂസ് ഹീൽ ചെയ്യുമ്പോൾ സോൾ ലെവലിൽ അത് നമ്മുടെ മസ്കുലൈൻ എനർജീസിലും അവരുടെ സോളിലും അവരുടെ ഒരു എനർജി ബോഡിയിലും ഈ ഒരു ഹീലിങ്ങിൻ്റെ എഫക്റ്റ് വരികയും അവരുടെയും ആ ഒരു ലോവർ വൈബ്രേഷണൽ എനർജീനെ ചേഞ്ച് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ സ്റ്റിൽ ആ ഒരു ബോഡിയിലുള്ള ആത്മാവിനുള്ള ഒരു കുറേ കാർമിക് അക്കൗണ്ട്സ് കാണും അല്ലേ. ആ ഒരു കാർമിക് അക്കൗണ്ട്സിനെ സെറ്റിൽ ചെയ്യുന്നത് അവരുടെ ഒരു ടാസ്ക്കാണ്, മേജർ ടാസ്ക്കാണ്. അതല്ലാതെ തന്നെ അവരുടെ നോർമലി ഫെമിനൈൻ എനർജി ഹീൽ ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങളല്ലാതെ തന്നെ അവരുടെ ആ ഒരു ബോഡിയിലുള്ള സോൾ ക്യാരി ഔട്ട് ചെയ്ത കുറേ അധികം കണ്ടീഷനിങ്ങിൻ്റെ കാര്യങ്ങൾ കാണും, സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ കാര്യങ്ങൾ കാണും, ഇന്നർ ചൈൽഡ് വൂൺസ് കാണും. ഇതൊക്കെയും ഹീൽ ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റിയും മസ്കുലൈൻ എനർജിക്കുണ്ട്. അപ്പോൾ ഇതിനായിട്ട് അവർക്ക് ടൈമും സ്പേസും കൊടുക്കണമെന്നാണ് അവർ അവേക്കനിങ്ങിലേക്ക് വരുമ്പോൾ ശരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എല്ലാവർക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സൈലൻറ്റ് മോഡിലേക്ക് ഫെമിനൈൻ എനർജി വരുമ്പോൾ, ഇങ്ങനെ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് വരുമ്പോൾ, ഇങ്ങനെ ഒരു ലൈറ്റിൻ്റെ എനർജിയിലേക്ക് വരുമ്പോൾ, മസ്കുലൈൻ എനർജി ട്രിഗേഴ്സ് തരുമ്പോഴും ട്രിഗർ ആവാതെ ഇരിക്കുമ്പോൾ ശരിക്കും ഒരു ആങ്സൈറ്റി ഇഷ്യൂസ് മസ്കുലൈൻ എനർജിയിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. മേ ബി അതവർ പ്രകടിപ്പിക്കാതിരിക്കാം, എന്നാൽ
എന്താണ് ഈ കണക്ഷനിൽ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇത്രയും നാളും എന്നെ ചേസ് ചെയ്തുകൊണ്ടിരുന്ന ഫെമിനൈൻ എനർജി ഇപ്പോൾ സ്റ്റാൻഡ് സ്റ്റില്ലായത് എന്നൊക്കെ ആലോചിക്കുമ്പോഴും അവർക്കതിൻ്റെ ഉത്തരം കിട്ടാതെ അവർ അറിഞ്ഞോ അറിയാതെയോ അവേക്കനിങ്ങിലേക്ക്, അതിൻ്റെ കൂടെ തന്നെ അവരുടെ കാർമിക് അക്കൗണ്ട്സ്, ചുറ്റുമുള്ള കാർമിക്സ് അവരെ ട്രിഗർ ഔട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റിയിൽ അവർ റിയലൈസ് ചെയ്യും ആരാണ് പോസിറ്റീവ്, ആരായിരുന്നു അവരുടെ ശരിക്കുമുള്ള കൗണ്ടർ പാർട്ട് എന്നൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ പോസിറ്റിവിറ്റിയിലൂടെയാണ്, നമ്മളുടെ പോസിറ്റീവ് സൈഡിലൂടെയാണ്, നമ്മുടെ ലൈറ്റിലൂടെയാണ് നമ്മൾ നമ്മളുടെ കൗണ്ടർ പാർട്ടിനെ അല്ലെങ്കിൽ നമ്മളുടെ മസ്കുലൈൻ എനർജീനെ അല്ലെങ്കിൽ നമ്മളുടെ ഫെമിനൈൻ എനർജീനെ നമ്മളെന്ന് പറഞ്ഞാൽ ആദ്യം അവേക്കനായ ട്വിൻ ട്രിഗർ ചെയ്ത് അവേക്കനിങ്ങിലേക്ക് കൊണ്ടുവരുന്നത്. തന്നിരിക്കുന്ന കണ്ടൻറ്റ് ഇൻഫോർമേറ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നു. ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി അറ്റ്യൂട്ട്മെൻറ്റിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.